ദൈവം നമ്മോത്തപ്പെടുമാറാകട്ടെ. ലൈസൻസ് ലഭ്യമാകുന്നതിന് മുമ്പ് തന്നെ വാഹനങ്ങൾ തനിയെ ഓടിച്ചു പഠിച്ചവരുണ്ട്. നീന്തൽ പരിശീലനം കിട്ടുന്നതിന് മുമ്പ് തന്നെ കുളത്തിലൊക്കെ ചാടി നീന്തൽ പഠിച്ചവരുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയും പഠിച്ചിട്ട് പാസ്സാകാത്തവരും ഒക്കെ വർക്ക്ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവരുടെ ഉള്ളിനകത്തുള്ള തീവ്രമായ ആഗ്രഹമാണ്, പേഷനാണ്. അപ്പോസ്തല പ്രവൃത്തി 18-24 മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ നമുക്ക് അവിടെ അപ്പൊല്ലോസിനെ കാണുവാൻ സാധിക്കും. അദ്ദേഹം പ്രാസംഗികനാണ്, എന്നാൽ അറിവുകൾ പരിമിതമാണ്. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ അപ്പൊല്ലോസിന് അറിയത്തുള്ളൂ. എന്നാൽ തീവ്രമായ ഒരു ആത്മാവിൽ എരിവുള്ളവനായിരുന്നു അപ്പൊല്ലോസ്. കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാനൊരു ആഗ്രഹം, കൊതി അപ്പൊല്ലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുടർമാനമായ അപ്പൊല്ലോസ് യേശുവിനെ കുറിച്ച് പഠിക്കുവാൻ സജ്ജമാകുന്നു. അപ്പൊല്ലോസ് പോയ സ്ഥലങ്ങളിൽ മുഴുവനും അപ്പൊല്ലോസ് പ്രയോജനപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവുണ്ടോ, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടോ, നമ്മുടെ അറിവുകൾ എത്രത്തോളമാണ്, അതിനനുസരിച്ചല്ല ദൈവം എന്നെയും നിങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നത്. എനിക്കും നിങ്ങൾക്കും തീവ്രമായ ഒരു ആത്മാവുണ്ടെങ്കിൽ, എരിവുള്ള ഒരു ആത്മാവുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി ചെയ്യുവാൻ പ്രാർത്ഥിക്കാനുള്ള കൊതിയുണ്ടെങ്കിൽ, പ്രസംഗിക്കാനുള്ള കൊതിയുണ്ടെങ്കിൽ അത് കാണുന്നൊരു കർത്താവുണ്ട്. അങ്ങനെ കർത്താവിന് വേണ്ടി തീവ്രമായി എരിവോടുകൂടെ നിൽക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.